നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ സൈന്യത്തെ മാത്രമല്ല ഇന്ത്യയിലെ പ്രതിപക്ഷത്തെയും ചിന്നിച്ചിതറിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ആധാരമായ വസ്തുതകളും പഹൽഗാമിലെ ഭീകരാക്രമണവും ചർച്ച ചെയ്യണമെന്ന കോൺഗ്രസിൻ്റെ ആവശ്യം NCP തള്ളിക്കളഞ്ഞിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടെന്നും ഇത്തരം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ കൂടെ നിൽക്കുകയാണ് അഭികാമ്യമെന്നുമാണ് NCP നേതാവ് സുപ്രിയ സുലെ, എന്ന് വെച്ചാൽ ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെ പറഞ്ഞത്. പ്രത്യേക സമ്മേളനം, പാർലമെൻറ്റ് സമ്മേളനം വിളിച്ച് പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ചർച്ച ചെയ്യണമെന്ന കോൺഗ്രസിൻ്റെ ആവശ്യം ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള ഘടകകക്ഷികൾ നിരസിക്കുകയാണ്. ഇവിടെയാണ് മോദിയുടെ വിജയമായിട്ട് BJP ഉയർത്തിക്കാട്ടുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രതിപക്ഷത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ പ്രതിപക്ഷത്തു നിന്നും തനിക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള സംയുക്തമായ നീക്കത്തെ ചിന്നിച്ചിതറിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. അതിൽ അദ്ദേഹം എടുത്ത പ്രധാന ആയുധം പ്രതിപക്ഷ അംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ടൊരു പ്രതിനിധി സംഘം, പാർലമെൻറ്റിൻ്റെ പ്രതിനിധി സംഘം ഉണ്ടാവുകയും അവയെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിട്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തുന്ന ഭീകരാക്രമണത്തെക്കുറിച്ചും അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു തന്ത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചത്. അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ അനുവാദമില്ലാതെ തന്നെ ശശി തരൂരിനടക്കമുള്ള ആളുകളെ ഈ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. തരൂരിനെ അമേരിക്കയിലേക്കുള്ള അല്ലെങ്കിൽ അമേരിക്കയിലെ പ്രമുഖരായ രാഷ്ട്രീയക്കാരെയും കോൺഗ്രസ് സെനറ്റ് അംഗങ്ങളെയും കാണുന്ന സംഘത്തിൻ്റെ തലവനായിട്ടാണ് ശശി തരൂരിനെ നരേന്ദ്രമോദി ഉൾപ്പെടുത്തിയത്. അതും രാഹുൽ ഗാന്ധിയുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ച്. ഏതായാലും ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികൾ ഈ പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണമെന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. കാരണം ഈ സമയത്ത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള കോൺഗ്രസിൻ്റെ നീക്കം അത്ര ശരിയല്ല എന്നാണ് ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ പറയുന്നത്. ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനെ ഒഴിച്ചുള്ള മറ്റ് ഘടകകക്ഷികളെ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളെ എല്ലാം തനിക്കൊപ്പം കൊണ്ടുവരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞുവെന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം ഇപ്പോൾ കോൺഗ്രസ് ഒരു ഭാഗത്തും മറ്റ് രാഷ്ട്രീയ കക്ഷികളിലും BJPയും മറുഭാഗത്തുമായിട്ടുള്ള ഒരു ശാക്തിക ബലാബലം രൂപപ്പെടുന്ന അവസ്ഥയിൽ ഇത് എത്തിച്ചേരുകയായിരുന്നു. ശരിക്കും പ്രതിപക്ഷത്തെ ചിന്നിച്ചിതറി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ നിശബ്ദതയുടെ ആവരണം പ്രതിപക്ഷത്തിന് മേൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കൊണ്ടിടാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു രാഷ്ട്രീയ വിജയമായിട്ടാണ് BJP കൊണ്ടാടുന്നത്. നിഷ്പക്ഷരായ ചില രാഷ്ട്രീയ നിരീക്ഷകരും ഇത് തന്നെ പറയുന്നുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മോദി കുറച്ചുകൂടെ കരുത്താർജിക്കുകയാണ്. അത് പ്രതിപക്ഷത്തിന് മേലും കുറച്ചുകൂടെ കരുത്താർജിക്കുകയാണ്. കാരണം ബീഹാർ തിരഞ്ഞെടുപ്പ് വരികയാണ്. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP തന്നെ അവിടുത്തെ പ്രധാന ഒറ്റകക്ഷിയായി മാറുമെന്നും ഇപ്പോൾ നിലവിലുള്ള പാർട്ടികൾ, പ്രത്യേകിച്ച് സുശീൽ അദ്ദേഹത്തിന് മോഡി അത്തരം പാർട്ടികളൊന്നും, കാരണം RJD പോലത്തെ പാർട്ടികളാണ് അവിടെ BJPക്കെതിരെ നിൽക്കുന്നത്. RJD കോൺഗ്രസ് സഖ്യമാണ് അവിടെ BJPക്കെതിരെ മത്സരിക്കുന്നത്. അപ്പോഴൊന്നും അങ്ങനെ മത്സരിക്കുമ്പോൾ തന്നെ അവർക്ക് മേലൊരു മാനസികമായ പൊളിറ്റിക്കലായ ഒരു ആധിപത്യം നേടാൻ BJPക്ക് ഓപ്പറേഷൻ സിന്ദൂറിനും അതിനുശേഷമുള്ള കാര്യക്രമങ്ങളിലൂടെ കഴിഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP നിഷ്പ്രയാസം ജയിച്ചു കയറുമെന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, പ്രതിപക്ഷത്തെ നിശബ്ദരാക്കിക്കൊണ്ട് തൻ്റെ കൂടെ നിർത്തുകയും കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തി നിർത്തുകയും ചെയ്യുക എന്നുള്ള മോഡിയുടെ തന്ത്രം ഇക്കാര്യത്തിൽ വിജയിച്ചു എന്നാണ് നിഷ്പക്ഷരായ രാഷ്ട്രീയ നിരീക്ഷകർ മാത്രമല്ല ശശി തരൂരിനെ പോലുള്ളവരും പറയുന്നതാണ്. കാരണം അവിടെ മോഡിക്ക് ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷം മുമ്പുണ്ടായിട്ട് പഹൽഗാം ഭീകരാക്രമണം, ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത നടപടികൾ കൊണ്ട് ഇന്ത്യൻ സമൂഹത്തിന് മേലൊരു മേൽക്കൈ ഉണ്ടാക്കാൻ, അത് മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ മേലിലായാലും ഇന്ത്യൻ സമൂഹത്തിന് പൊതുവെ ആയാലും മേൽക്കൈ ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അത് പ്രതിഫലിക്കുമെന്നാണ് ശശി തരൂർ അടക്കമുള്ളവർ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രതിപക്ഷത്തെ ഇക്കാര്യത്തിൽ ചിന്നിച്ചിതറിച്ച് നിർത്തിക്കാൻ അല്ലെങ്കിൽ പല ഭാഗത്ത് ചിതറച്ച് നിർത്തിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു എന്നുള്ള വാസ്തവമാണ്. ഇപ്പോൾ കോൺഗ്രസ് ഒരു ഭാഗത്തും മറ്റ് കക്ഷികളെല്ലാം BJPയോടൊപ്പം മറുഭാഗത്തും എന്നുള്ളൊരു രാഷ്ട്രീയ ശാക്തിക ചേരി രൂപപ്പെടാൻ ഇതുവഴി സഹായിച്ചു എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്.